ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ബാക്ക് പെയിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. സാധാരണ ജനങ്ങളിൽ ഒരുപാട് സമയം ഇരുന്ന് ജോലി ചെയ്യുന്നവർക്ക് വരുന്നൊരു രോഗമാണ് ബാക്ക് പെയിൻ. കൂടുതൽ സമയം ഓഫീസുകളിലും അതുപോലെ കൂടുതൽ സമയം ഡ്രൈവ് ചെയ്യുന്നവർക്കും ബാക്ക് പെയിൻ സാധ്യത വളരെ കൂടുതലാണ്. അതിന് നമുക്ക് യോഗ തെറാപ്പിയിലൂടെ പരിഹാരമാർഗം എങ്ങനെ തേടാമെന്ന് പരിശോധിക്കാം. ചില തെറാപ്യൂട്ടിക്കൽ എക്സസൈസുകളാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, റെഡി. നമ്മൾ ബാക്ക് പെയിന് വേണ്ടി ചെയ്യുന്ന ആദ്യത്തെ എക്സസൈസാണ്. വളരെ റിലാക്സ് ആയിട്ട് കിടക്കുക. അതിനുശേഷം കാലുകൾ ചേർത്ത് വെച്ച് കൈകൾ ഇതേപോലെ വെക്കുക. എന്നതിന് ശേഷം ഫസ്റ്റ് റൈറ്റ് ലെഗ് ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുക, ലെഫ്റ്റ് ചെയ്യുക, അതേപോലെ ക്ലോസ് ചെയ്യുക. ഇതൊരു 3 തവണ ആവർത്തിക്കുക. ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുക, ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുക, ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുക, ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുക. ഓക്കെ, റെഡി. ഇനി നമ്മൾ രണ്ടാമത്തെ ബാക്ക് പെയിനുള്ള എക്സസൈസ് ആണ്. സ്ട്രൈറ്റ് ആയിട്ട് കിടന്നതിന് ശേഷം വലത് കാലും മടക്കുക, സ്ട്രൈറ്റ് ആയിട്ട് വെക്കുക. ഇത് റൈറ്റും ലെഫ്റ്റും ചെയ്യാം. ഇതും 3 കൗണ്ട് ആവർത്തിക്കാം. പതുക്കെ ചെയ്യാം, സ്ലോവില്. ഇത് 3 തവണ ആവർത്തിക്കാം. ഇത് റിലാക്സ് ചെയ്യാം. അടുത്തത് നമ്മൾ മൂന്നാമത്തതാണ്. 2 ലെഗ് ബെൻഡ് ചെയ്യുക, സ്ട്രൈറ്റ് ചെയ്യുക. ഇതും 3 കൗണ്ട് ഇട്ടാ. റിലാക്സ് ചെയ്യുക. നാലാമത് കാലുകൾ മടക്കി വെച്ച് കൈകൾ ഇതേപോലെ വെക്കുക. എന്നിട്ട് ഹിപ്പ് പതുക്കെ അപ്പ് ചെയ്യുക. ഒന്ന് ഹോൾഡ് ചെയ്യുക 5 സെക്കൻഡ്. റിലാക്സ് ചെയ്യുക. ഇതും 3 കൗണ്ട് ആവർത്തിക്കുക. റിലാക്സ് ചെയ്യുക. അതിനുശേഷം അടുത്തത് ഇതേപോലെ ലെഗ് വെച്ചതിന് ശേഷം കൈകൾ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് 2 കാൽമുട്ടുകളും വലത് സൈഡിലേക്ക് ടേൺ ചെയ്യുക. ഇതേപോലെ ഹെഡ് ഓപ്പോസിറ്റും, അതേപോലെ ലെഫ്റ്റിലോട്ടും. ഇതും 3 കൗണ്ട് ആവർത്തിക്കുക. ഇതേപോലെ ടേൺ ചെയ്യുക. റൈറ്റും ലെഫ്റ്റും ടേൺ ചെയ്യുക. റിലാക്സ് ചെയ്യാം. 3 കൗണ്ട് ആവർത്തിച്ചതിന് ശേഷം റിലാക്സ് ചെയ്യാം. ഓക്കെ, റെഡി. നമ്മൾ ബാക്ക് പെയിനുള്ള 6ാമത്തെ ആസനമാണ് ചെയ്യാൻ പോകുന്നത്. മേരുദണ്ഡാസനം, അർദ്ധ മേരുദണ്ഡാസനം ചെയ്യാം. ഫസ്റ്റ് റൈറ്റ് ലെഗ് ഒരു 5 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. 1 2 3 4 5. വളരെ പതുക്കെ റിലാക്സ് ചെയ്യുക. അതിനുശേഷം ലെഫ്റ്റ് ഇട്ടാ ഹോൾഡ് ചെയ്യുക 5 സെക്കൻഡ്. 1 2 3 4 5. റിലാക്സ്. ഇനി 7ാമത്തെ വലത് കാല് മടക്കുക. അതിനുശേഷം നെഞ്ചോടടുപ്പിക്കുക. കഴിയുന്നത്ര റിലാക്സ് ചെയ്യുക. ഇത് റൈറ്റും ലെഫ്റ്റും 3 കൗണ്ട് ചെയ്യട്ടെ. റെഡി. അടുത്തത് നമ്മൾ 8ാമത്തെ എക്സസൈസാണ് ചെയ്യാൻ പോകുന്നത്. കമിഴ്ന്ന് കിടക്കുക. ഇതേ പൊസിഷനിൽ കമിഴ്ന്ന് കിടന്നതിന് ശേഷം പതുക്കെ ഒന്ന് ഭുജംഗാസനം ചെയ്യാം. ഇൻഹെയിൽ അപ്പ്,
exhale down. ഇതൊരു 3 കൗണ്ട് ആവർത്തിക്കാം. 3 കൗണ്ട് ആവർത്തിക്കണേ. 2. Relax. 3. റിലാക്സ്. അടുത്തത് 9ാമത്തേത്. നമ്മുടെ കൈകൾ ബാക്കിലോട്ട് ഇതേപോലെ, എന്നിട്ട് ചെസ്റ്റ് അപ്പ് ചെയ്യാം. ഒരു 5 സെക്കൻഡ് ഹോൾഡ് ചെയ്യാം. റിലാക്സ് ചെയ്യാം. ഇതും 3 കൗണ്ട് ആവർത്തിക്കാം. റിലാക്സ്. നമ്പർ 3. 1, 2, 3, 4, 5. റിലാക്സ് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നിന്ന് കൊണ്ടിട്ടാണ്. ലാസ്റ്റ് 10ാമത്തെ ബാക്ക് പെയിനുള്ള ലാസ്റ്റ് എക്സസൈസ് ആണ് ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിക്കാം. കാലുകൾ ഒരടി അകലത്തിൽ വെക്കുക. അതിനുശേഷം ഒരു ബ്രീത്ത് എടുക്കുക. ബ്രീത്ത് ഔട്ട് ചെയ്യാം. എന്നിട്ട് ബാക്കിലോട്ട് ബെൻഡ് ചെയ്യാം. ഇതേപോലെ ബെൻഡ് ചെയ്യാം. കഴിയുന്നത്ര ബെൻഡ് ചെയ്താൽ മതി. റിലാക്സ് ചെയ്യാം. 3 കൗണ്ട് ആവർത്തിക്കുക. Three. Relax. ഈ 10 യോഗ തെറാപ്പിയിലെ തെറാപ്യൂട്ടിക്കൽ എക്സസൈസുകൾ സ്ഥിരമായി ചെയ്യുക. അതോടുകൂടി നമ്മളെ പഴക്കം ചെന്ന ബാക്ക് പെയിനുകളും, അതോടുകൂടി നമ്മൾ ഇരുന്നു കൊണ്ട് ചെയ്യുന്നവർക്ക് വരുന്ന ബാക്ക് പെയിൻ പ്രയാസങ്ങളും എല്ലാം ഇതുകൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും. എല്ലാവരും ഇത് കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ, നമസ്കാരം.